അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. അതായത് ഈ ചൂട് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ്. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു മാതളത്തിൻ്റെ പകുതി, പിന്നെ കുറച്ച് പഴം, അത് കഴിഞ്ഞിട്ട് ഒരു ആപ്പിള്, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ പാലാണ് ആവശ്യമുള്ളത്. അതും കൂടിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പം നമുക്കിത് ആവശ്യമായിട്ടുള്ള ചൗവരി കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ച ചൗവരിയാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പം ഞാൻ അതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടിട്ടുണ്ട്. വീട്ടിൽ ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാം. ആദ്യമേ തന്നെ സ്റ്റൗ കത്തിച്ച് ആവശ്യത്തിനുള്ള പാല് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിന് ആവശ്യത്തിനുള്ളതാണ് ഞാനെടുത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ പാലിലേക്ക്. അങ്ങനെ ഇവിടെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ കൂടെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2-3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഉണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് കലക്കി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം നമ്മുടെ അതിലേക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിതിനാവശ്യമായ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മുന്തിരി, ആപ്പിള്, പഴം, ഇതെല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം ഇതിലേക്ക് ഇട്ട് ഇനി നമുക്കിതാ ചൗവരി, സാമൂലരി എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ ചൗവരി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഇതെങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. വാവ്, കിടിക്കാച്ച സാധനമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.